നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. കേരളത്തെ നടുക്കിയ വാൽപ്പാറ വാഹനാപകടത്തിൽ മരിച്ച 9 പേരുടെയും മൃതദേഹങ്ങൾ ജന്മനാട്ടിലെത്തിച്ചു. പൊള്ളാച്ചിയിൽ നിന്നും പുറപ്പെട്ട ആംബുലൻസുകൾ രാവിലെ 9:15 പെരിന്തൽമണ്ണ പാങ്ങ് അമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി. തുടർന്ന് സ്കൂൾ വളപ്പിൽ നടന്ന പൊതുദർശനത്തിൽ നാടിന്റെ പ്രിയപ്പെട്ടവർക്ക് വിട നൽകാൻ വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും നാട്ടുകാരും സ്കൂൾ വളപ്പിലേക്ക് ഒഴുകിയെത്തി. തുടർന്ന് മൃതദേഹങ്ങൾ വീട്ടുകളിലേക്ക് കൊണ്ടുപോയി. പുലർച്ചെ 4 മണിയോടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി പൊള്ളാച്ചിയിൽ നിന്ന് പോലീസ് അകമ്പടിയോടെയാണ് പെരിന്തൽമണ്ണയിൽ എത്തിച്ചത്. മന്ത്രി വി ശിവൻകുട്ടി, PK കുഞ്ഞാലിക്കുട്ടി, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ സ്കൂളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. മലപ്പുറം പാങ്ങ് പള്ളിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നുള്ള വിനോദയാത്രാ സംഘം സഞ്ചരിച്ച വാൻ ഇന്നലെ വൈകിട്ട് 5:15 വാൽപ്പാറ ചുരം റോഡിൽ 500 അടി താഴ്ചയിലേക്ക് മറിഞ്ഞത്. കാഴ്ചകളെല്ലാം കണ്ട് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ചുരത്തിലെ 13ാം ഹെയർപിൻ വളവിൽ വാഹനം നിയന്ത്രണം വിട്ട് പലവട്ടം കീഴ്മേൽ മറിഞ്ഞ് 9ാം വളവിലേക്ക് വീഴുകയായിരുന്നു. അപകടത്തിൽ 7 സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടെ 9 പേരാണ് മരിച്ചത്. 13 പേരാണ് അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ ഉണ്ടായിരുന്നത്. 4 പേർക്കാണ് പരിക്കേറ്റത്. ചാവക്കാട് എടക്കഴിയൂർ 6ാം കല്ലിൽ ബൈക്കിടിച്ച് കാൽനടയാത്രിക മരിച്ചു. എടക്കഴിയൂർ 6ാം കല്ല് മുട്ടിൽ മൻസൂറിന്റെ ഭാര്യ 44 വയസ്സുള്ള ഹസീനയാണ് മരിച്ചത്. ബൈക്ക് യാത്രികൻ കോഴിക്കോട് സ്വദേശി അക്ഷയ്, ഹസീനയുടെ ഒപ്പമുണ്ടായിരുന്ന ബന്ധു ആയിഷ എന്നിവർക്ക് പരിക്കുണ്ട്. വെള്ളിയാഴ്ച 8 മണിയോടെയായിരുന്നു അപകടം. പൊന്നാനിയിൽ നിന്നും 6ാം കല്ലിൽ ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകുമ്പോഴാണ് കോഴിക്കോട് സ്വദേശി ഓടിച്ചിരുന്ന ബൈക്ക് ഇവരെ ഇടിച്ചു വീഴ്ത്തിയത്. റോഡിൽ തെറിച്ചു വീണ ഇവരെ പൊന്നാനി പോലീസാണ് ജീപ്പിൽ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഹസീനയുടെ ഖബറടക്കം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പൊന്നാനിയിൽ നടത്തും. ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പുന്നയൂർക്കുളം സ്വദേശി മരിച്ചു. KSEB സബ് ഡിവിഷന് സമീപം താമസിക്കുന്ന കൊട്ടാരംപാട്ടയിൽ 31 വയസ്സുള്ള ഷമീറാണ് മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച കേച്ചേരിയിൽ വെച്ചായിരുന്നു അപകടം. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരിച്ചത്. പോലീസ് നടപടികൾക്കു ശേഷം അണ്ടത്തോട് ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തും. ഹുസൈൻ മിസ്രിയ ദമ്പതികളുടെ മകനാണ് ഷമീർ. ഫാത്തിമ ഷെറിൻ ഭാര്യയും ഷമാസ് മകനുമാണ്. യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജകമണ്ഡലം മുൻ സെക്രട്ടറി അമീർ ഹുസൈൻ സഹോദരനാണ്. പാറേമ്പാടത്ത് കാറിന് പിറകിൽ ബസ്സിടിച്ച് അപകടം. ഹെറിറ്റേജ് മോട്ടോഴ്സിന് സമീപം ശനിയാഴ്ച രാവിലെ 11:30 അപകടം. കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുകയായിരുന്ന KSRTC ബസ്സിന് മുമ്പിൽ പോയിരുന്ന കാർ സഡൻ ബ്രേക്കിട്ടതാണ് അപകടത്തിന് കാരണമായത്. കാറിന്റെ പിറകുവശം തകർന്നു. ആർക്കും പരിക്കില്ല. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ ഭാഗമായി ചിൽഡ്രൻസ് തിയേറ്റർ വർക്ക്ഷോപ്പ് ആരംഭിച്ചു. തുടർച്ചയായി 9ാം വർഷമാണ് വർക്ക്ഷോപ്പ് നടക്കുന്നത്. വേലൂർ ഗവൺമെന്റ് രാജാ സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. പ്രമുഖ ഗാന്ധിയൻ ഗിരീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നൃത്ത സംഗീതാധ്യാപിക തിലോത്തമ അധ്യക്ഷയായി. സ്കൂൾ പ്രിൻസിപ്പൽ S കവിത, രത്നകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചിൽഡ്രൻസ് തിയേറ്റർ വർക്ക്ഷോപ്പ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ലിൻസി സേവ്യർ സ്വാഗതവും PS ശ്രീലക്ഷ്മി നന്ദിയും പറഞ്ഞു. 18 മുതൽ 22 വരെ 5 ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടക്കുന്നത്. എപ്പോഴും എൻ്റെ ഉള്ളിൽ വരുന്നൊരു വാചകമുണ്ട്, നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമുണ്ട്. ഇന്ന് തന്നെ വായിക്കണമെന്നൊന്നുമില്ല. സമയം കിട്ടുമ്പോൾ കുട്ടികൾക്കും വായിക്കാം. ആ പുസ്തകം 3 തവണ വായിക്കണം എന്നാണ് പറഞ്ഞത്. ആ പുസ്തകം 3 തവണ വായിക്കണം എന്നാണ് പറഞ്ഞത്. 3 തവണ അടുപ്പിച്ച് 3 തവണ വായിക്കുക എന്നല്ല പറഞ്ഞു. ഞാൻ പറയണത് മനസ്സിലാവുണ്ടല്ലോ അല്ലേ? 3 തവണ വായിക്കണം എന്നാണ് പറഞ്ഞത്. ഒന്ന് കുട്ടിയായിരിക്കുമ്പോൾ വായിക്കണം, മറ്റൊന്ന് യുവാവായിരിക്കുമ്പോൾ വായിക്കണം, പിന്നെ ഒന്ന് എന്നെപ്പോലെ വൃദ്ധനാകുമ്പോൾ വായിക്കണം. കൊച്ചു രാജകുമാരൻ അല്ലെങ്കിൽ ലിറ്റിൽ പ്രിൻസ് അറിഞ്ഞ ഒരു പുസ്തകമുണ്ട്. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള നേർച്ചയൂട്ടിനുള്ള കലവറ സജീവമായി. ശനിയാഴ്ച വൈകിട്ട് മുതൽ നിത്യസഹായ മാതാ ഓഡിറ്റോറിയത്തിൽ വിശ്വാസികൾക്കായി നേർച്ചയൂട്ട് ആരംഭിക്കും. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ 88ാം പ്രതിഷ്ഠാ തിരുനാളിനോടനുബന്ധിച്ച് വിശ്വാസികൾക്കായി വിളമ്പുന്ന നേർച്ച ഊട്ടിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. രാവിലെ മറ്റം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ കാർമ്മികനായുള്ള വെഞ്ചിരിപ്പ് കർമ്മത്തിനു ശേഷം അടുപ്പിലേക്ക് തീ പകർന്നതോടെയാണ് കലവറ സജീവമായത്.
കൈക്കാരൻ ഷാജ് കെ സൈമൺ, ജനറൽ കൺവീനർ സെബി തോമസ്, ജോയിന്റ് കൺവീനർ CT ജെയിംസ്, ഊട്ട് കമ്മിറ്റി കൺവീനർ MV ജോജു, ജോയിന്റ് കൺവീനർ KM ആന്റണി, ഊട്ട് കമ്മിറ്റി അംഗങ്ങൾ, പാചകത്തിന് നേതൃത്വം നൽകുന്ന മോഹനൻ വാഗ, സഹായികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 2 ദിവസങ്ങളിലായി 25,000-ഓളം പേർ നേർച്ചയൂട്ടിൽ സംബന്ധിക്കുമെന്ന് ഊട്ട് കമ്മിറ്റിയുടെ കൺവീനർ MV ജോജു പറഞ്ഞു. മാതാവിന്റെ പെരുന്നാളിന്റെ 85ാം പെരുന്നാളിന്റെ ഊട്ട് തിരുനാളാണ് നമ്മൾ ആരംഭിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് കൺവീനറാവുന്നത്. അതിൻ്റെ ഒരു പരിചയക്കുറവുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ഗ്യാസ് ആയിരുന്നു എല്ലാ കൊല്ലവും കിട്ടിയിരുന്നത്. ഇക്കൊല്ലം അത് വിറകാണ്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. 25,000 പേർക്കുള്ള ഭക്ഷണമാണ് നമ്മളിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. 20,000 ആൾക്കാർ, ഉദ്ദേശം 20,000 ആൾക്കാർ ഇവിടെ വന്ന് കഴിക്കും. 5,000 പാർസൽ നമ്മൾ റെഡിയാക്കും. അതേപോലെ ചോറ്, സാമ്പാർ, മാങ്ങ അച്ചാർ ഇന്നലെ ഇട്ടു, മാങ്ങ അച്ചാർ, അതേപോലെ പയറും കായും ഉപ്പേരി, ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത്. ഒരു വൈകിട്ട് 5 മണിക്ക് ശേഷം നമ്മളിവിടെ ഊട്ട് ആരംഭിക്കും. തുടർച്ചയായി നാളെ വൈകിട്ട് വരെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. ചോറ്, സാമ്പാർ, കായയും പയറും ഉപ്പേരി, ചെത്തുമാങ്ങ അച്ചാർ എന്നീ വിഭവങ്ങളാണ് നേർച്ച ഊട്ടിനായി തയ്യാറാക്കിയിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ഗ്യാസ് ഉപയോഗിച്ചാണ് ഭക്ഷണം പാചകം ചെയ്തിരുന്നതെങ്കിൽ ഇക്കുറി ഗ്യാസിന്റെ ക്ഷാമത്തെ തുടർന്ന് വിറക് ഉപയോഗിച്ചാണ് ഭക്ഷണം തയ്യാറാക്കുന്നതെന്നും ജോജു വ്യക്തമാക്കി. ശനിയാഴ്ച വൈകിട്ട് ആരംഭിക്കുന്ന നേർച്ചയൂട്ട് ഞായറാഴ്ച വൈകുന്നേരം വരെ തുടരും. വിവിധ ദേശങ്ങളിൽ നിന്നായി തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനും നേർച്ചയൂട്ട് കഴിക്കുന്നതിനുമായി ആയിരങ്ങളാണ് വനമാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുക. നേർച്ചയൂട്ട് ഏകദേശം 5,000-ലേറെ പാക്കറ്റും വിശ്വാസികൾക്കായി സജ്ജമാക്കും. കനത്ത ചൂടിൽ വെന്തുരുകി കേരളം. സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. 19-ാം തീയതി വരെ കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ ഇന്നു മുതൽ ഞായറാഴ്ച വരെ ചൂടും അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പറും CPM അങ്ങാട് സെന്റർ ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായിരുന്ന KC വേലായുധന്റെ നിര്യാണത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. നെല്ലുവായി CITU ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽ മണി അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, എരുമപ്പെട്ടി സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് OB സുബ്രഹ്മണ്യൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VV വിവേക്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്വപ്ന പ്രദീപ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി, CPI അസിസ്റ്റന്റ് ലോക്കൽ സെക്രട്ടറി AL ജോണി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, നെല്ലുവായി വായനശാല പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. CPM പരാജയ ഭീതി മൂലം അക്രമങ്ങൾ അഴിച്ചുവിടുകയാണെന്ന് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ആരോപിച്ചു. ചാലിശ്ശേരി മയിലാടിക്കുന്ന് പ്രദേശത്ത് UDFന്റെ പ്രചരണ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചതിനെതിരെ ചാലിശ്ശേരി മണ്ഡലം UDF കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 4ാം തവണയും തുടർച്ചയായി ചാലിശ്ശേരി പഞ്ചായത്ത് ഭരിക്കുന്ന UDFന്റെ വിജയക്കുതിപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ കോളിളക്ക പ്രചാരണം കണ്ടിട്ടും വിറളിപൂണ്ട CPM അതിരുവിട്ട അക്രമങ്ങൾ അഴിച്ചുവിട്ട് ജനാധിപത്യത്തിനെ അവഹേളിക്കുകയാണെന്നും CV ബാലചന്ദ്രൻ പറഞ്ഞു. UDF മണ്ഡലം ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ അധ്യക്ഷത വഹിച്ചു. UDF തൃത്താല നിയോജക മണ്ഡലം ചെയർമാൻ TK സുനിൽകുമാർ, DCC ജനറൽ സെക്രട്ടറി K ബാബു നാസർ, UDF ചാലിശ്ശേരി മണ്ഡലം കൺവീനർ റസാഖ് പുളിയഞ്ഞാലിൽ, മുഹമ്മദ് അലി ആനപ്പറമ്പിൽ, റോബർട്ട് തമ്പി, PI യൂസഫ്, PA നൌഷാദ്, KVK മൊയ്തു, സലീം ചാലിശ്ശേരി, സജീഷ് കളത്തിൽ, VR പ്രകാശ് എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി മയിലാടിക്കുന്ന് പ്രദേശത്ത് തെരഞ്ഞെടുപ്പ് തലേന്ന് പാതിരാത്രിയിൽ കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് ഫ്രെയിമും കാലുകളുമടക്കം കളവ് പോവുകയും 3 ഫ്ലെക്സ് ബോർഡുകൾ കീറി നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ UDF ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഫ്രഞ്ച് ഭാഷകളിൽ മികവ് തെളിയിച്ച് പന്നിത്തടം ചെറവനങ്ങാട് കോൺകോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥി അമീൻ. ഇംഗ്ലീഷ്, ഫ്രഞ്ച് ഭാഷകൾ അനായാസം സംസാരിക്കുവാനും എഴുതുവാനും കഴിവുള്ള അമീൻ ഇതുവരെ 3 പ്രഗത്ഭരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്.
ഇംഗ്ലീഷ് കവിയും എഴുത്തുകാരനുമായ ഫെബിയസ് ഒരുമനയൂർ, പ്രശസ്ത മലയാളം എഴുത്തുകാരൻ പി സുരേന്ദ്രൻ, രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ പ്രസിഡന്റ് റഷീദ് പറമ്പൻ എന്നിവരുമായി അഭിമുഖം നടത്തി തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ട്രെയിനർ സയ്യിദ് ഉദ്മാനാണ് അമീന് പരിശീലനം നൽകുന്നത്. തിപ്പലശ്ശേരി അബ്ബാസ് ഷഹീന ദമ്പതികളുടെ മകനാണ് അമീൻ. Your poems explore personal experiences, social issues, and psychological conflicts. What draws you to these themes? See, when something strikes me, it will start working in my mind, and I don't know when I will be able to pen that particular work, but it will be there in my mind. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,135 രൂപ. സ്വർണം പവന് 1,13,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 265 രൂപ. ചരമം. ഗുരുവായൂർ കേശവന്റെ പാപ്പാനായി വർഷങ്ങളോളം സേവനമനുഷ്ഠിച്ച മൂക്കുതല നാരായണൻ നായർ നിര്യാതനായി. 93 വയസ്സായിരുന്നു. മൂക്കുതല കൊണ്ടകത്ത് രാവുണ്ണി നായരുടെ മകനായ നാരായണൻ നായർ ഗുരുവായൂർ ദേവസ്വം മുൻ ആനപ്പാപ്പാനായിരുന്നു. മൂക്കുതല ഏർക്കര മനയ്ക്ക് സമീപം താമസിച്ചിരുന്ന അദ്ദേഹം ഗുരുവായൂർ കേശവന്റെ പാപ്പാന്മാരിൽ ജീവിച്ചിരുന്ന പ്രമുഖരിൽ ഒരാളായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പരേതയായ നാരായണിയമ്മ ഭാര്യയും ശാന്ത, പ്രസന്ന, ഇന്ദിര, ഉണ്ണികൃഷ്ണൻ, സിന്ധു എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.